ഹലോ ഗായ്സ്, കാർത്തിക് സൂര്യ ഇങ്ങനെയാണല്ലോ വീഡിയോ തുടങ്ങാറ്. അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ എവിടെയാണ് പോണത്? സാന്റോർണിയാന്നുണ്ടോ? സാന്റോർണി എന്നല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഗ്രീസ് പോവാണ്. ഞങ്ങളുടെ ഒരു നാലെന്ന് പറയാൻ പറ്റില്ല, ഒരു 3.5 ദിവസത്തെ ട്രിപ്പാണ്. സോ ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് വിറ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ ഷെങ്കൻ കൺട്രീസൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ പാക്ക് ബാഗ് മാത്രം എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ഒരൊറ്റ വട്ടമാണ് ഏറ്റവും വലിയ പണി കിട്ടിയേക്കണത്. ബാക്കിയൊക്കെ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത പണിയായിരുന്നു. ഏറ്റവും വലിയ പണി കിട്ടിയത് ഇതുപോലെ നമുക്ക് ഇങ്ങനത്തെ പാക്ക് വന്നിട്ട് വെയിറ്റ് നോക്കത്തില്ല, പക്ഷെ അവർ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ വെപ്പിച്ച് നോക്കും. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഗേറ്റിൽ കയറുന്നതിന് മുൻപ്. അതും കറക്റ്റ് മറ്റേ ഫ്ലൈറ്റ് വന്ന് ഒരു 15 മിനിറ്റൊക്കെ മുമ്പ് നമ്മളിങ്ങനെ കയറ്റുമല്ലോ, ആ ടൈമിലായിരിക്കും അവർ വെപ്പിച്ച് നോക്കണത്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ എന്നെ വെപ്പിച്ച് നോക്കിയിട്ട് അത് ഫിറ്റായില്ല. ഫസ്റ്റ് ടൈം ഞാൻ പോകുന്ന ടൈമിൽ ഇറ്റലി പോയപ്പോൾ അത് ഫിറ്റായില്ല. എന്നിട്ട് അവർ ഇത്ര ഫൈൻ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ടെൻഷനായി, കരച്ചിൽ, സങ്കടമൊക്കെ. എന്നിട്ട് കുറച്ച് പോളിഷ് തന്നെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു അത്യാവശ്യം ഒരു ഏജുള്ളൊരു 40-45 വയസ്സുള്ളൊരു പുള്ളിയുടെ ബാഗ് കാണിച്ചിട്ട് വേണമെങ്കിൽ എൻ്റെ വെച്ചോന്നൊക്കെ. അപ്പം ഞാൻ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വേണം ഞാൻ എൻ്റെ കുറേ സാധനങ്ങൾ അതിലേക്ക് എടുത്ത് വെച്ച്. അത് കഴിഞ്ഞപ്പോൾ വേറൊരു ലേഡി എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരുടെ ബാഗിലേക്ക് വെച്ചപ്പോൾ ആ എയർ ഹോസ്റ്റസിന് അത് ഇഷ്ടമായില്ല. അതൊന്നും പൈസ മിസ്സായല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് പുള്ളിക്കാരിയുടെയും എൻ്റെ സാധനങ്ങൾ വെച്ച് പുള്ളിക്കാരുടെ ബാഗും വെപ്പിച്ച് നോക്കണം എന്ന് പറഞ്ഞു പുള്ളിക്കാരി. അപ്പോൾ ഈ പുള്ളിക്കാരി അത്യാവശ്യം തിരിച്ച് നല്ലോണം എന്നോട് പറഞ്ഞു, വെപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കാണിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ ബാഗും വെച്ച്. വേറെ സീനൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ബാഗും ഫിറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് ഇവർ തിരിച്ച് അവരോട് കുറേ പറഞ്ഞു, ജസ്റ്റ് നിസ്സാരമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ് ആകാത്തതിൻ്റെ പ്രശ്നത്തിന് നിങ്ങൾ ഇത്രയും പൈസ നിങ്ങൾ വാങ്ങണത് വളരെ മോശമാണ്. അതും ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും എനിക്ക് വേണ്ടിയിട്ട് കുറേ സംസാരിച്ചു. ലൈക്ക് എനിക്ക് ഒട്ടും അറിയാത്ത വേറൊരു രാജ്യത്തുള്ള ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിച്ച്. അങ്ങനെ ഞാൻ സേഫായിട്ട് പോയി. എന്നിട്ട് നമ്മൾ പാസ്പോർട്ട് കാണിച്ചിട്ട് അകത്തേക്ക് കയറുന്ന ടൈമിൽ ജസ്റ്റ് ഒരു ഡിലേ വന്നപ്പോൾ അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഇനി വീണ്ടും അവരെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുകയാണോ എന്ന് കരുതിയിട്ട്. സോ ഞാൻ എന്നിട്ട് അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവരോട് ഇപ്പോഴും ഞാൻ ഓർത്തേക്കാം. എന്നിട്ട് ഇപ്പോഴും എനിക്കറിയാം, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അന്ന് തന്നെ അത്രയും അവർ സേവ് ചെയ്തായിരുന്നു. നമുക്കിങ്ങനെ കറക്റ്റ് ടൈമിൽ ദൈവം ആരെങ്കിലുമൊക്കെ അയക്കും എന്നൊക്കെ പറയണ പോലെ. സോ ഇങ്ങനെ ട്രാവൽ ഇതുപോലെ ജസ്റ്റ് ഒറ്റ ബാഗിലൊക്കെ ഇതുപോലെ ട്രാവലൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ഇഷ്യൂ വരാൻ പോണത് മറ്റേ 100 ml എബോവ് ആണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ എടുത്ത് കളയാൻ പറയും. വേറെ സീനൊന്നുമില്ല. പിന്നെ ലിക്വിഡ് ഐറ്റംസ്, നമ്മൾ കോസ്മെറ്റിക്സ് സാധനങ്ങളൊക്കെ അവർ കുഞ്ഞൊരു പ്ലാസ്റ്റിക് ഒരു സാഷ പാക്കറ്റ് തരും. ഒരു ചെറിയൊരു വീതിയുള്ളത്. അതിലെല്ലാം നമ്മൾ നിറയ്ക്കണം. അതിൽ എക്സീഡ് ആയിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ കളയാൻ പറയും. അങ്ങനെ. സോ ഇതൊക്കെ ഞാൻ 2 സാധനങ്ങൾ എടുത്ത് കളഞ്ഞു. കുഴപ്പമില്ലാത്ത സാധനങ്ങൾ എടുത്ത് കളഞ്ഞു ഞാൻ. എന്നിട്ട് എൻ്റെ കോസ്ട്രക്സിൻ്റെ മോയ്സ്ചറൈസർ തന്നെ എടുത്ത് കളയണമെന്ന് ഞാൻ പറഞ്ഞു. അത് പറ്റൂല, വേറെ വേണമെങ്കിൽ എടുത്ത് കളയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബോഡി വാഷ് കളഞ്ഞിട്ട് ഞാൻ ആ സാധനം എടുത്ത് വെച്ച്. അങ്ങനെ നമ്മുടെ ഷൂസും സാധനങ്ങളെല്ലാം ഉരിപ്പിച്ചു. ജാക്കറ്റൊക്കെ ഊരണം. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളിത് ഇപ്പോൾ ഗേറ്റ് അറിയില്ല. ഞങ്ങളിപ്പോൾ ഏതൊരു ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ബാഴ്സലോണയിൽ പോകാനുള്ള ഗേറ്റിൻ്റെ അവിടെ അതെ, ഒരു ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഗേറ്റിൻ്റെ ആവത്തുള്ളൂ. കാരണം ഞങ്ങൾക്ക് കുറച്ചൊരു ടൈം ഉണ്ട്, ഇനിയുണ്ട് 2 hours അടുത്തുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. സാന്റോറിനി ട്രിപ്പിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. സോ ബൈ ദ വൈ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് ഞങ്ങൾ ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പോൾ കിട്ടുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരും ചോദിക്കൂട്ടോ, ഇതെന്തിനാ കാലിങ്ങനെ പൊക്കണേന്ന്. എൻ്റെ അടുത്ത് എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചു. ഞാൻ ശരിക്കും ഇങ്ങനെ ഡൗട്ടായിട്ട് ചോദിക്കാടി, എന്തിനാ ഇങ്ങനെ പെൺപിള്ളേർ ഒരു കാല് പൊക്കണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്തിനാണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ ഇത് രസമുണ്ട്. അത് അവർ ചെയ്യുമ്പോൾ കാലിങ്ങനെ പൊക്കുമ്പോൾ
അപ്പം അത്രേ ഉള്ളൂ. ഇത് വലിയ 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 കാര്യങ്ങളൊന്നുമില്ല. അതൊരു സുഖമാണ്. അതുകൊണ്ട് ഞങ്ങളും ചെയ്യണം. എല്ലാവരും ചെയ്യേണ്ടതൊക്കെ ഞങ്ങളും ചെയ്യില്ല. ഹലോ ഗായ്സ്, ബാഗ് പുറകിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കൂനി അടക്കണം പോലെ അടക്കണം. അപ്പം ഞാൻ ബാഗ് ഫ്രണ്ടിലിട്ടു. അത് നമ്മൾ കുറച്ച് സപ്പോർട്ടുണ്ട്. ബൈ എൻ്റെ ഹാറ്റ് എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? എനിക്കുണ്ട് ഹാറ്റ്. ഇവിടെ കുറച്ച് വലിയ ഹാറ്റാണ്, റിച്ച് തന്നെ. ഇത് ഞാൻ സാറയിലെ കിഡ് സെക്ഷനിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനൊന്നുമില്ല, അത് കിഡിൻ്റെയാണ്. ഗേറ്റ് ഇതുവരെ ആയുള്ള 2:30 ഇറങ്ങാമെന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു 3:30 ഇറങ്ങിയാൽ മതി, ബോർഡിംഗ് പാസ് നമ്മുടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ലേറ്റായിട്ട് ഇറങ്ങിയിട്ടും ഇപ്പോഴും ഞങ്ങളുടെ ഗേറ്റ് റെഡി ആയിട്ടില്ല. സോ ഓക്കെ, എന്തായാലും ഗേറ്റ് വരാൻ ഇനി 5 മിനിറ്റ് ഉണ്ട്, ഗേറ്റ് കൺഫേം ആവാനായിട്ട്. അപ്പോൾ അത്രയും നേരം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ട്രിപ്പിൻ്റെ ഇതൊക്കെല്ലാം ബുക്ക് ചെയ്യണത് സ്കൈ സ്കാനർ ആപ്പ് വഴിയാണ് എല്ലാം ബുക്ക് ചെയ്യണത്. അതിൽ ഇങ്ങനെ ഡേറ്റ് മാറ്റി ഇങ്ങനെ ഇട്ടിട്ട് നോക്കും. പിന്നെ അങ്ങനെ കിട്ടണ പോലെ ഇപ്പം എല്ലാവരും ഇങ്ങനെ പറയുമല്ലോ ഇൻകോഗ്നിറ്റോ മോഡിലിട്ട് നോക്കാനായിട്ട്. പക്ഷെ എനിക്കങ്ങനെ അതിലിട്ട് നോക്കുമ്പോൾ അങ്ങനെ വലിയ ഡിഫറൻസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കൈ സ്കാനറിലാണ് എല്ലാ ട്രിപ്പും ബുക്ക് ചെയ്യണത്. പിന്നെ വേറെന്താ, ഈ നമ്മൾ ജസ്റ്റ് ബാഗ് മാത്രം ജസ്റ്റ് വെച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡിൽ വെപ്പിച്ച് നോക്കും. അതിപ്പോൾ വിസയർ, വയനെയർ, ഓരോ സ്റ്റാൻഡാണ്. പക്ഷെ വീതിയും അന്നൊക്കെ കറക്റ്റ് തന്നെ. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആ കാണുന്ന സ്റ്റാൻഡ് കണ്ടോളേ. ഇപ്പോൾ ഇവരെല്ലാവരും മാഡ്രിഡിലേക്ക് പോണവരാണ്. സോ പ്രയോറിറ്റി അല്ലാതെ നോൺ പ്രയോറിറ്റിയിൽ ജസ്റ്റ് ഇതുപോലെ ബാഗ് മാത്രം കൊണ്ട് ട്രാവൽ ചെയ്യുന്നവരാണ് ഇവർ. അപ്പോൾ അവരുടെ ഹെവി ബാഗൊക്കെ കണ്ടതിൻ്റെ ഇടയിൽ ഇവിടെ വെപ്പിച്ച് വെക്കും. ആ ഫ്രണ്ടിലുള്ള ഇതിൽ വെപ്പിച്ച് വെക്കും. അപ്പോൾ അവിടെ ഫിറ്റായിട്ടിരിക്കണം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലുപ്പം തോന്നും, ബട്ട് അത്ര വലുപ്പമുള്ളതല്ല. പിന്നെ ഇവർ എന്തോ ഭാഗ്യത്തിന് തിരക്കായതുകൊണ്ട് എല്ലാവരുടെയും വെപ്പിക്കണില്ല. അവർക്ക് കാണുമ്പോൾ കുറച്ച് വലുപ്പമുണ്ടെന്ന് തോന്നണവരോട് മാത്രം വെപ്പിക്കണം. അപ്പോൾ ഒരു ബാഗ് മാത്രം എടുക്കുന്നവർ, ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ബാഗ് മാത്രം എടുക്കുന്നവർ എന്താ പറയുക, അഥവാ അവർ പിടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഡ്രസ്സുകളൊക്കെ മേത്ത് വലിച്ച് കയറ്റിയിടുക, അങ്ങനത്തെ ആ രീതിയിലൊക്കെ ഉള്ള ഡ്രസ്സാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ തള്ളി ഒതുക്കി സെറ്റ് ചെയ്ത് വെക്കുക. എല്ലായിടത്തും പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒറ്റ വട്ടം എനിക്ക് പ്രശ്നം വന്നിട്ടുള്ളൂ. എല്ലായിടത്തും പ്രശ്നം വരത്തില്ല. പക്ഷേ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് കറക്റ്റായിട്ട് ആ പണി കിട്ടും. അതെല്ലാവരും ശ്രദ്ധിക്കുക. കണ്ടോ, ഇപ്പോൾ അവർ ഒരു ബാഗ് കൊണ്ടിട്ട് അതതിൽ ഫിറ്റ് ആവാത്തതിൻ്റെ പേരിൽ അവരിപ്പോൾ ബാഗേ പാടെ അവർ മാറ്റാൻ തോന്നും. അവരെല്ലാ സാധനങ്ങളും അതെടുത്ത് പുറത്തേക്ക് എടുത്തിട്ടിട്ട്, നിങ്ങൾക്ക് ഇടയിൽ കൂടെ കാണാമോ, അവരെല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്തിട്ടിട്ട് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജസ്റ്റ് മിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് കൺഫർമേഷൻ വന്നത് വേറൊരു സ്ഥലത്ത്. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അവിടെ വേറെ ബോർഡിങ് നടക്കുന്നുണ്ട്. ഞങ്ങൾ അത് കഴിയുമ്പോഴായിരിക്കും ഞങ്ങളിങ്ങനെ കരുതി അവിടെ നിന്ന് അഭിസിക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ കൂടെയുള്ളവൾക്ക് ബോധോദയം തോന്നി. നമ്മളിങ്ങനെ എന്തായാലും ഇവർ താക്കാത്തേ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഗേറ്റിൻ്റെ അവിടെ വേറെ ഫ്ലൈറ്റിൻ്റെ അത് കാണിക്കണം. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ എന്നാൽ ചെക്ക് ചെയ്ത് നോക്കാം ഗേറ്റ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ വേറെ ഗേറ്റ് 31 എന്ന് പറഞ്ഞാൽ വേറെ ഗേറ്റ്, അതും ഫൈനൽ കോള്. അവിടെ നിന്ന് ഒരു ഓട്ടം ഞങ്ങൾ തുടങ്ങി. 10 ഗേറ്റ് മാറി ഞങ്ങളുടെ അടുത്ത ഗേറ്റ് ഓടി എത്തിയപ്പോൾ തീരാറായി, ബോർഡിങ് തീരാറായി. അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ് അതിൽ ഫിറ്റാവോ, അതൊക്കെയാണ് ടെൻഷൻ. എൻ്റെ ബാഗ് എന്തായാലും അതിൽ കയറില്ല, എനിക്കത് ഉറപ്പാണ്. അതിൽ തള്ളി കയറില്ല. ഇവളുടെ ബാഗ് കയറുമായിരുന്നു. എൻ്റെ ഇത്രയും വലിയ ബാഗ് കണ്ടിട്ട് ഇവളുടെ ബാഗ് അവർ വെപ്പിച്ച് നോക്കി അവിടെ, അത് കയറി. ഞാനിപ്പോൾ എനിക്കിവിടെ അറിയില്ല, എനിക്കിവിടെ അറിയാത്ത പോലെ ഞാനങ്ങനെ നിന്നു.
ഏതി കൊച്ചു എന്നുള്ള സെറ്റപ്പിൽ ജസ്റ്റ് മിസ്. ഞാനിങ്ങനെ വിളിക്കല് ഞാനിതിങ്ങനെ കാണിക്കണ വരെ അങ്ങനെ ദൈവമേ വിളിക്കല് ഭാഗ്യം അങ്ങനെ പിടിച്ചില്ല. പക്ഷെ നിങ്ങൾ ബാഗൊക്കെ ശ്രദ്ധിച്ചിട്ട് വരാം. എപ്പോഴാണ് പിടിക്കണമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും തന്നെ അവസ്ഥ. പിന്നെ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവർ പിടിച്ചു കഴിഞ്ഞാൽ ബാഗ് ഡ്രസ്സൊക്കെ മേത്തേക്ക് എടുത്ത് ഇട്ടാൽ അങ്ങോട്ട് കയറ്റി വെക്കുക. ഇങ്ങനെ ഞങ്ങൾ ജസ്റ്റ് മിസ്സിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് കയറാൻ പോകുന്നു. അപ്പം ഇനി ബാക്കി വിശേഷം ഫ്ലൈറ്റ് ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചല്ല സീറ്റ് നോക്കണം. തിരക്കില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കും. 32 years. ദിലിന് പോളണ്ടും ഇന്ത്യ അല്ലാണ്ട് ഇപ്പൊ ആദ്യമായിട്ട് പോകാൻ പോണ ട്രിപ്പ് അല്ലേ? അങ്ങനെ ദിലിനേച്ചി ഗ്രീസ് കാണാൻ പോവാണ്. നമ്മള് ബുക്കിന്റെ കവർ പേജിൽ മാത്രം കണ്ട സാധനങ്ങള് നേരിട്ട് ഞങ്ങൾ ആക്ച്വലി ഇവൾക്ക് TRC കഴിയുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ട്രിപ്പ് പോകണം. അപ്പൊ ഞങ്ങള് സ്വിറ്റ്സർലൻഡ് ഒന്ന് പ്ലാൻ ചെയ്തായിരുന്നു. നടന്നില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ബുഡാപെസ്റ്റ് പോകാന്നുള്ള പ്ലാനിലാണ്. ബട്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി ഇല്ല എവിടെ ഇതുവരെ പോയുള്ള TRC തീരാറായി, എനിക്ക് അടുത്ത TRC ഇപ്പം കിട്ടുമെന്ന് അറിയില്ല. സോ എൻ്റെ ഒരു വലിയൊരു ബക്കറ്റ് ലിസ്റ്റിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ടാവില്ല, ഇന്ന കാര്യങ്ങൾ. അതിൽ ഇവൺ ഞാൻ നാട്ടിലൊക്കെ തൊട്ടേ എനിക്കിങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഗ്രീസ് എന്നൊക്കെ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഗ്രീസ് പോകണമെന്ന് അതിൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു, നമുക്ക് അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് അറിയാൻ താനും. പക്ഷേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു ഗ്രീസ് പോയാലോ. ദില്ലിങ്ങനെ ദില്ലിയുടെ ബക്കറ്റ് ലിസ്റ്റാണ്, പോവാം ഞങ്ങളുടെ ദില്ലിനെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓക്കെ നല്ല എക്സ്പെൻസീവ് ആണ്, സോ റേറ്റ് നോക്കാം. അങ്ങനെ ഞങ്ങളൊരു ദിവസം ഒരുമിച്ചിരുന്ന് അങ്ങനെ റേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ ഒരു മീൻ സാന്റോറിനി മാത്രം നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പം ഞങ്ങൾ വിത്ത് ഏത്തൻസ് സെൻറ്ററാണ്. അപ്പോൾ ഐ മീൻ സെൻറ്റർ ഏരിയ ആണ് ഏത്തൻസ്. ക്യാപിറ്റലല്ലേ റിയലാവട്ടെ ഏത്തൻസ്. അപ്പോൾ അവിടെയും കൂടെ അങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് വാർസോന്ന് സാന്റോറിനിന്ന് ഏത്തൻസിൽ നിന്ന് വാർസോ തിരിച്ച് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ റേറ്റ് കുറവിന് കണ്ടു. സോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടം വരെ എത്തിയതേ പോകാൻ പോകണം. താങ്ക് ടു ഗോഡ്. യെസ്, ദൈവമാണ് എല്ലാം ആഗ്രഹിച്ചപ്പോ മൂപ്പല വലുതിനെ സെറ്റാക്കി പോകും. അപ്പോൾ ഓൾ താങ്ക്സ് ടു ഗോഡ്. ഷിഫ്റ്റ് കഴിഞ്ഞ് 10 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഗൈസ് നല്ലൊരു ഉറക്കം ഞങ്ങൾ ഞാൻ കഴിഞ്ഞു നല്ലൊരു ഉറക്കം. അപ്പം ഞങ്ങളിത് എയർപോർട്ടിൽ അറൈവ് ചെയ്തു. ഇവിടെയാണ് എയർപോർട്ട്. ഞങ്ങളപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് അവർ ഞങ്ങൾക്ക് വണ്ടി അയച്ചു. അപ്പം ഞങ്ങൾ ആദ്യം ഒറ്റയ്ക്ക് പോവാം, ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ എയർപോർട്ടിനോട് അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ മെയിൻ ബസ് സെൻറ്ററായിട്ടുള്ള ഫിറയിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ ആ പെട്ടെന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകണേ. ഇത് 10 മിനിറ്റ് അല്ലെങ്കിൽ അത് 15 മിനിറ്റ് ഉണ്ട്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീണ്ടും ബസ് എടുക്കണം. ഞങ്ങൾ ഊബർ സർവീസ് എടുക്കാൻ വന്നിട്ട്, പക്ഷേ ഞങ്ങൾ സ്വന്തമായിട്ട് ഊബർ സർവീസ് ആയി കഴിഞ്ഞപ്പോൾ നല്ല റേറ്റ്. ഞങ്ങൾ പുള്ളിക്കാരോട് ഒന്നുകൂടെ മെസ്സേജ് അയച്ചു, വരോട് ചോദിച്ചു. അപ്പം തന്നെ ഒരു വിത്തിൻ 5 മിനിറ്റ്സ് പുള്ളിക്കാർ വണ്ടി അയച്ചു. ഞങ്ങൾ വണ്ടിയിൽ ഞങ്ങളുടെ സ്റ്റേ എയർബിയാണ് ഞങ്ങൾ എടുത്തത്. അവിടേക്ക് പോവാം.
ഛർദ്ദിക്കാൻ രണ്ടുപേരെ കൊണ്ടുപോകാൻ ഇത്രയും വലിയ വണ്ടിയിലാണ് പുള്ളി വന്നത്. സോ ഇതാണ് ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. വൗ, സാക്കാസ് റെസിഡൻസി. ഹായ്. Hello, welcome. അടിപൊളി സ്ഥലം. ഇത്രയും നാല് ട്രിപ്പൊക്കെ പോയിട്ട് ഓരോ സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും ഗ്രാൻഡായിട്ട് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം അർമാദിക്കണം. ഞങ്ങളിതൊരു റൂം ടൂറൊക്കെ പോലെ ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ റെസിഡൻസിയുടെ ടൂറ്. Of course. Hi. Hello. She's the one who owned this residence. We give information. Yeah, your name please? I'm Balado. I'm Belado. Balado, yes. Belado. Yeah. Yeah. All of my friends, if you want to visit Greece, you must take this place for staycation. It is so good. Yes, thank you. So we are making a... ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുന്നു. കാരണം ശരിക്കും എയർബിഎൻബിയിലൊക്കെ ആണെങ്കിലും എല്ലാ ഹോട്ടൽസിലും നമുക്ക് 3 PM തൊട്ടിട്ടാണ് എൻട്രി. അപ്പോൾ ഇവിടെ ഞങ്ങൾ രാവിലെ എത്തി. ഞങ്ങൾ ഇവിടെ നമുക്ക് 1 hour കൂടുതലുണ്ട്. ഇപ്പോൾ പോളണ്ടിൽ 10:30 ആയിരുന്നെങ്കിൽ ഇവിടെ 11:30. അപ്പോൾ ഞങ്ങൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഒരു 12 മണിയാവും. കാരണം ഓൾറെഡി റൂമിലുള്ളവർക്ക് ഇറങ്ങണം, പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് ക്ലീൻ ആക്കണം. സോ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാമായിരുന്നു. ഉറക്കം തൂങ്ങി അവിടെ സൈഡിൽ ഞങ്ങൾ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന റൂം, അവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റൂം കിട്ടി. അപ്പം ഞാൻ ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇനി എങ്ങനെയായിരിക്കാവോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ വൗ ആയിട്ടുണ്ട് ഗായ്സ്. നോക്കൂ, നിങ്ങൾ ആ കട്ടിലേക്ക് നോക്കൂ. നോക്കൂ, ഇത് ഏതാണ്ട് കല്ലാണ്. ഇതൊക്കെ കല്ല് വെച്ചിട്ട് വെറുതേക്കണത്. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ഓണാക്കാൻ പറ്റുമായിരിക്കും അല്ലേ? നോക്കട്ടെ. ലൈറ്റ് തെളിഞ്ഞു. പിന്നെ മിറർ ഇതുണ്ട്. പിന്നെ നമുക്ക് തേപ്പ് വെട്ടിയും അതിൻ്റെ സ്റ്റാൻഡൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കെറ്റിൽ, എവറിത്തിങ് ഈസ് ഹിയർ. ഗ്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് പാലെന്തോ ആണ്, പാൽ പൊടിക്ക് പകരം എന്തോ. വാഷ്റൂം കാണിച്ചു തരാം. വാവ് ഇതാണ് നമ്മുടെ സിങ്ക്. ഇത് നീറ്റല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ള് കല്ലിനും മണ്ണിനൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് കളറാണ്. ഇനി ആ കളർ തന്നെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ബട്ട് എന്നാ ഇതാണ് ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ലുക്ക് അറ്റ് ദിസ്. ഇതാണ് കുളിക്കണ സ്ഥലം. ഇതിപ്പോൾ എങ്ങനെ പറയാ, ഇതൊരു ഗുഹ പോലെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കണ്ടോ? ഇതിൽ ബ്രൗൺ കളറല്ലേ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ. ഇത് ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട്ടാ. ഞങ്ങളപ്പോൾ വീട്ടിൽ വന്നു, ഫ്രഷായി, തൊട്ടേക്കിട്ട് ഞങ്ങൾ ബ്ലൂ ഡോം കാണാൻ പോവാണ്. ബ്ലൂ ഡോം ഇവിടെ OIA അങ്ങനെന്താണ് പറയണേ. അപ്പോൾ അത് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ആക്ച്വലി ഇവിടെ വന്നത് എനിക്ക് വേറെ ഒന്നും കണ്ടില്ല, എനിക്ക് അത് കണ്ടാൽ മതി. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്നാണ്. ഫോട്ടോ ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുമോയെന്നൊന്നും അറിയത്തില്ല. ബട്ട് അവിടേക്കാണ് പോകുന്നത്. ഞങ്ങൾ നല്ല വെയിലുണ്ട്. ഞങ്ങൾ അപ്പം ഞാൻ എവിടെ ട്രിപ്പ് പോകുമ്പോഴും മാക്സിമം ഏതെങ്കിലും ഒരു നേരമെങ്കിലും അവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കാറുണ്ട്. മോസ്റ്റ്ലി
മൊത്തത്തിൽ നടന്നിട്ടുണ്ട്, ചില സ്ഥലത്ത് നടക്കാത്തേ ഉള്ളൂ. അപ്പം ഞങ്ങളും ഇതിലേക്ക് ഭയങ്കര ആഗ്രഹം നമ്മുടെ സ്പെഷ്യൽ ഫുഡ് ട്രൈ ചെയ്യണമെന്ന്. എനിക്കും ആഗ്രഹമുണ്ട്. ബട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു കഫേ കയറി, അപ്പോൾ അവർ കുറച്ച് ട്രഡീഷണൽ ഫുഡ് പരിചയപ്പെടുത്തി തന്നു. ഞങ്ങളതിൽ ബെറ്റർ തോന്നി 2 പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാവുമെന്ന് അറിയില്ല, നോക്കാം. Look at the view. Greek traditional. നല്ലതാ, കാരണം പൊതുവെ ഇങ്ങനത്തെ ഫുഡൊന്നും ഇഷ്ടമല്ല. എനിക്കൊരു ടേസ്റ്റ് കിട്ടണം. കൊള്ളാം, നല്ലോണം ചീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വെജ് ഫുഡാടോ. ബീഫ് ഉണ്ടല്ലോ, മീറ്റൊന്നേ ബീഫുണ്ടോ? നല്ല ടേസ്റ്റ്. ഇത് പൈസ പോയില്ലെന്ന് എഴുതി പറഞ്ഞില്ല, പക്ഷെ കൊള്ളാം. എനിക്ക് സാമ്പാറും ചോറും ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഗുഡ്, സോ ഗുഡ്. താങ്ക് യു. ഞങ്ങള് സാഞ്ചുറിയില് വെയിലിൽ പുഴുങ്ങിപ്പോയി. ഞങ്ങള് കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ ഭയങ്കര മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു. നിങ്ങൾ വിചാരിക്കും ഞങ്ങളിതൊരു മലയിൽ കയറി നിൽക്കുകയാണ്. ഞങ്ങൾ മലയിൽ കയറി നിൽക്കുകയാണ്. സോ ഞങ്ങളിനി കുറച്ച് സ്ട്രീറ്റുകൾ കാണിച്ചു തരാം. ആൻഡ് ഹൗ ഈസ് ദ എക്സ്പീരിയൻസ് ഓഫ് OIA. ഞങ്ങളൊരു 3 മണിയായപ്പോഴും ഇവിടെ വന്നത്. അപ്പോൾ തൊട്ട് ഒടുക്കത്തെ വെയിൽ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി, പതിയെ ഇറങ്ങി, ബ്ലൂ ഡോമിലൊക്കെ ഫോട്ടോസ് എടുത്തു. ഇത് കുറേ ഉണ്ട്, വാക്ക് വേ പോലെ കുറേ ഉണ്ട് ഇങ്ങനെ കണ്ടിരിക്കാനും. നല്ല നല്ല കുട്ടി സ്ട്രീറ്റുകളും നല്ല നല്ല ലൊക്കേഷൻസും ഫോട്ടോ സ്പോട്ടുകളും ഒക്കെ ഉണ്ട്. നോക്കി നല്ല ഭംഗിയില്ലേ? അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങൾ സൺസെറ്റ് കാണാൻ പോവാണ്. സൺസെറ്റ് കാണണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം, തിരിച്ചു പോകണം. ഇതൊക്കെയാണ് പ്ലാൻ. സോ ഞങ്ങൾ കുറച്ച് ക്ലിപ്പായിട്ട് കാണിച്ചു തരാം. കാരണം ഇനി ഞങ്ങൾക്ക് വർത്താനം പറയാനൊക്കെ വയ്യ. അപ്പോൾ ഞാൻ ഇടയിൽ ഓർത്തോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുക. ആൻഡ് ബൈ ദ വേ, ഹൗ ഈസ് അവർ ഔട്ട്ഫിറ്റ്? ഞങ്ങൾ ഔട്ട്ഫിറ്റിൻ്റെ ഫോട്ടോ ആയിട്ട് ഇടാം. അപ്പോൾ ഞങ്ങൾക്ക് കാണിക്കാനുള്ള ഇതുപോലും ഇല്ല. അത് അതിൻ്റെ മുഖം നോക്കി വയ്യാണ്ടായി, വെയിൽ കൊണ്ട് വയ്യാണ്ടായി ഞങ്ങൾ. സോ നിങ്ങൾക്ക് ബ്ലൂ ഡോമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കണം. വലിയ ക്യൂ ആണ്, വലിയ ക്യൂകളാണ്. ആൾക്കാർ ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം നിൽക്കണം ക്യൂവിൽ. എന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ക്യൂവിൽ ഫോട്ടോ എടുത്തു. കുറച്ചും കൂടെ ബെറ്റർ കിട്ടിയാലോ എന്ന് കരുതി ഞങ്ങൾ 2ാമത്തെ വേറെ ലൊക്കേഷനിലുള്ള ക്യൂവിൽ നിൽക്കാം.
ഫസ്റ്റ് ഡേ ഇൻ സാന്റോറിനി ഏറെക്കുറെ തീരാൻ പോകുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്ന് പൂളിൽ ചാടും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. എന്നിട്ട് ഉറങ്ങും. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേക്കണം. സെക്കൻഡ് ഡേ ഫുൾ ഷിപ്പിലാണ്. രാവിലെ വരും ബസ് പിക്കപ്പ് ചെയ്യാൻ. ബസ് പിക്കപ്പ് ചെയ്തിട്ട് ഡ്രോപ്പും ചെയ്യും. അങ്ങനെ നമ്മൾ ക്രൂസ് ബുക്ക് ചെയ്യുമ്പോൾ പിക്കപ്പ് ഡ്രോപ്പും ഉള്ള അങ്ങനത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. കാരണം ഇവർ നമ്മൾ ചെക്ക് അവൈലബിലിറ്റി എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഓക്കെ ഞാൻ ക്രൂസ് ബുക്ക് ചെയ്തത് ഗെറ്റ് യുവർ ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ തരാം. അത് ത്രൂ ആണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പം അതിൽ നിങ്ങൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അത് ഓപ്റ്റ് ചെയ്താൽ മാത്രമാണ് അത് കിട്ടുന്നത്. സോ അങ്ങനെയുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്ത് പുള്ളിക്കാരെല്ലാം അറേഞ്ച് ചെയ്ത് തരുമല്ലോ. ഇപ്പം ഞങ്ങൾക്ക് എന്താ പറയുക നാളത്തെ രാവിലത്തെ ഫുഡിൻ്റെ ആയിക്കോട്ടെ. പിന്നെ ഞങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യും. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഏത് ടൈമിൽ പറഞ്ഞാലും പുള്ളിക്കാരെ അത് അറേഞ്ച് ചെയ്ത് തരും. ഇവിടെ നിന്നൊന്നും ബസ്സൊന്നും കാണാനേ ഇല്ല. മാപ്പിലൊന്നും ബസ്സെന്നുള്ള ഓപ്ഷനേ കാണുന്നില്ല. പിന്നെ നമുക്കിവിടെ കാറും പിന്നെ സ്കൂട്ടർ അങ്ങനെ സാധനങ്ങളൊക്കെ റെൻറ്റിന് എടുക്കാം. പക്ഷേ ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടാവണം. 30 യൂറോ 50 യൂറോ ഒക്കെ പെർ ഡേ വരുന്നത്. ബട്ട് നമ്മൾ ഈ ഊബറിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ബെറ്ററാണ്.